ഹായ് ഫ്രണ്ട്സ്, പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വർഷയും ശ്രീകാന്തും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എങ്ങനെയായാലും വേദയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നും. അപ്പോൾ വർഷ പറയണം, അവൾ ആരുടെ താലിയാണ് പൊക്കിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്, അവനെ തന്നെ കളഞ്ഞിട്ട് വരണം, എങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ വർഷ പറയുകയാണ്, നന്നായി ആലോചിച്ച് നോക്കി, എന്തെങ്കിലും ഒന്ന് കിട്ടാതെ ഇരിക്കില്ല. ശ്രീകാന്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക, എങ്ങനെയെങ്കിലും വേദേനെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ളത്. അത് കഴിയുമ്പോൾ വിക്രം വീട്ടിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. വിക്രം വീട്ടിനകത്തേക്ക് കയറി വന്നിട്ട് അമ്മയെന്ന് ഇങ്ങനെ ഇടന്ന് വിളിക്കുകയാണ്. അപ്പോൾ നന്ദിനി വന്നിട്ട് ചോദിക്കും, എന്താ വിക്രം വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, അമ്മ എവിടെ, എനിക്കൊരു കപ്പ് കാപ്പി വേണം എന്ന് പറയും. അപ്പോൾ നന്ദിനി പറയും, അമ്മയില്ല, അമ്മ ഒരു മീറ്റിങ്ങിന് വേണ്ടി പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് വിക്രം ചോദിക്കുകയാണ്, ഹോളിലേക്ക് നോക്കിയപ്പോൾ വേദയെ കാണുന്നില്ല. നന്ദിനിയോട് വിക്രം ചോദിക്കുന്നു, ആ വേതാളം പോയോ എന്ന്. വേതാളം പോവാനോ? വേതാളത്തിൻ്റെ റൂമിലേക്ക് പോയി. റൂമോ? ഈ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല, ഈ വർണ്ണവർക്കെല്ലാം ഈ റൂം കൊടുക്കാൻ വേണ്ടി. വർണ്ണവർക്കും പോണവർക്കും റൂം കൊടുക്കാൻ ഇതെന്താ 5 സ്റ്റാർ ഹോട്ടലാണോ? ഈ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? അപ്പോൾ നന്ദിനി പറയണ, അവൾ ഏത് റൂമിലേക്കാണ് പോയിരിക്കുന്നതെന്ന് അറിയാമോ? നിൻ്റെ റൂമിലോട്ടാ. എൻ്റെ റൂമും വീടും ഒക്കെ നിൻ്റെ റൂമാണ് എന്ന് നന്ദിനി പറയുന്നു. എന്നിട്ട് കുറേയൊക്കെ വേദയെ പറ്റി നന്ദിനി പറയുന്നു. ഇത് കേൾക്കുമ്പോൾ വിക്രം ചോദിക്കുന്നു, എൻ്റെ റൂമിലേക്കോ അവൾ പോയത് എന്ന് വിക്രം ചോദിക്കുന്നു. വിക്രമാണെങ്കിൽ ഓടി ആ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റൊക്കെ പിടിച്ചുകൊണ്ട് വേദ നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ വിക്രം എടി എന്ന് വിളിക്കുമ്പോൾ വിക്രത്തിൻ്റെ പുറത്തുകൂടി വേദ വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേരും കണ്ണോട് കണ്ണ് നോക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം നന്ദിനിയാണെങ്കിൽ അവിടെ നല്ല വഴക്കായിരിക്കും എന്ന് പറഞ്ഞ് നോക്കാൻ വരുമ്പോൾ ഈ രംഗമാണ് കാണുന്നത്. അപ്പോൾ നന്ദിനി പറയും, അയ്യേ എന്ന് പറഞ്ഞിട്ട് നന്ദിനി അങ്ങോട്ട് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് വിക്രം വേദയോട് ചോദിക്കുന്നു, എടി നിൻ്റെ അടുത്ത് ആര് പറഞ്ഞു ഇതൊക്കെ എടുക്കാൻ, നിൻ്റെ അടുത്ത് ആര് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ എന്ന് ചോദിച്ചപ്പോൾ വേദയാണെങ്കിൽ സർട്ടിഫിക്കറ്റൊക്കെ എടുത്തിട്ട് വിക്രത്തിനോട് ചോദിക്കുന്നു, ഇത്രയും സർട്ടിഫിക്കറ്റ്, മെഡലുകളും ട്രോഫികളും ഒക്കെ വെച്ചിട്ടാണോ ഗുണ്ടാന്ന് പേരെടുത്ത് നീ നടക്കുന്ന വിക്രം എന്ന് വേദ ചോദിക്കുന്നു. ആണെങ്കിൽ നല്ല ദേഷ്യം വരും. ദേഷ്യം വന്നിട്ട് വേദയുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കാൻ, ദസ് നൺ ഓഫ് അവർ ബിസിനസ് എന്ന് പറയുമ്പോൾ വേദയ്ക്ക് സങ്കടമാണ് തോന്നുന്നത്. അതോടുകൂടി വിഷമത്തോടെ വേദ സർട്ടിഫിക്കറ്റൊക്കെ അവിടെ വെച്ചിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. വിക്രമാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് പോയി കട്ടിലിൻ്റെ പുറത്ത് ഇരുന്നിട്ട് ഓരോന്നായിട്ട് മറിച്ച് നോക്കുകയാണ്. അപ്പോൾ വേദ ജനലിൻ്റെ അവിടെ കൂടി നിന്ന് പുറത്തു നിന്ന് അകത്തേക്ക് നോക്കുകയാണ്. നോക്കുമ്പോൾ വിക്രം ആ സർട്ടിഫിക്കറ്റൊക്കെ നോക്കി കണ്ണിൽ നിന്നും കണ്ണീര് വരികയാണ്. അത് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് വിഷമത്തോടെ വേദ പുറത്തു നിന്ന് നോക്കുകയാണ്. ഈ സമയം വേദയുടെ ഫോണിലേക്ക് മുത്തശ്ശി വിളിക്കുമ്പോൾ വേദ ഫോൺ പോയി എടുക്കുമ്പോൾ വീഡിയോ കോളാണ് ചെയ്യുന്നത്. മുത്തശ്ശി സുഖവരമൊക്കെ അന്വേഷിക്കുന്നു വേദയോട്. വേദയുടെ മുത്തശ്ശി ചോദിക്കണം, മോളെ നിനക്ക് സുഖമാണോ മോളെ എന്ന് ചോദിക്കുമ്പോൾ വേദ ചോദിക്കും, മുത്തശ്ശിക്ക് സുഖമാണോ, മുത്തശ്ശി എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു, മോളെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. ഇത് കഴിഞ്ഞിരുമ്പോൾ ഞാൻ നല്ലത് മാത്രമേ വരുള്ളൂ എന്ന് മുത്തശ്ശി പറയും. എന്നിട്ട് വേദ ചോദിക്കുന്നു, അമ്മ എവിടെ മുത്തശ്ശി എന്ന്. ഫോൺ കൊണ്ട് അമ്മയുടെ അടുത്ത് കൊടുക്കുന്നു. അപ്പോൾ അമ്മ പറയുന്നു, ഞാൻ പറയുന്ന വാക്ക് കേൾക്കാത്തവളുടെ മുഖം എനിക്കൊന്ന് കാണണ്ട എന്ന് പറയും. അപ്പോൾ വേദ പറയും, ഒന്ന് പിടിക്കാമേ, ഒന്ന് നോക്കമ്മേ എന്ന്. കേൾക്കുമ്പോൾ ഫോൺ വാങ്ങി മോളെ, എൻ്റെ വേദ മോളെ എന്ന് വിളിക്കുന്നു. അപ്പോൾ വേദ പറയുന്നു, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല അമ്മ സമാധാനമായിട്ട് ഇരിക്കെ. മോളെ നീ ഭക്ഷണം കഴിച്ചോ, നിനക്ക് എങ്ങനെയുണ്ട് മോളെ എന്ന് വേദയോട് ചോദിക്കുമ്പോൾ വേദ പറയും, എന്താ അമ്മ, എനിക്കിവിടെ എല്ലാവരും ഉണ്ടില്ലേ, അച്ഛനുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ടില്ലേ അമ്മേ. പ്രശ്നം, അമ്മ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത് എന്ന് വേദ ചോദിക്കുന്നു. വേദയുടെ അമ്മ ചോദിക്കണം, എന്തിനാ മോളെ, എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. ശശി പറയുകയാണ്, നീ ചുമ്മാ എനിക്ക് വെറുതെ അവളെ കൂടി വിഷമിപ്പിക്കാതെ അവൾ അവളുടെ ജീവിതം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വർഷ വരികയാണ്. വർഷ വന്നിട്ട് ഫോൺ വാങ്ങിച്ച് നോക്കുകയാണ്. ഫോൺ വാങ്ങിച്ച് നോക്കുമ്പോൾ കോൾ കട്ടായി. അപ്പോൾ വർഷ ചോദിക്കുകയാണ്, മുത്തശ്ശിയും അമ്മയും കൂടി പേരക്കുട്ടിയെ വിളിച്ച് സന്തോഷിക്കുകയാണല്ലേ, ഇവിടെ എല്ലാവരും സങ്കടത്തിലിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും അവളെ തിരിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനെന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും കൂടി അവളെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നതല്ലേ എന്ന് വർഷ ചോദിക്കുന്നു. അവൾക്ക് ഇങ്ങനെ വിളിച്ച് സംസാരിച്ച് അവൾ ഇങ്ങോട്ട് വരുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വേദയുടെ അമ്മ പറയുന്നു, ഞാനല്ലേ വിളിച്ചത്, മുത്തശ്ശിയാണ് എന്ന് പറയും. മുത്തശ്ശിയെ നോക്കുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, എൻ്റെ പേരക്കുട്ടിയെ വിളിച്ച് വിവരം അന്വേഷിക്കേണ്ട കടമ എനിക്കല്ലേ ഉള്ളതെന്ന്. അപ്പോൾ വർഷ പറയും, ഒരു കുടുംബം മൊത്തം നാണം കെട്ടിയിരിക്കുകയാണ്, അത് ആരെന്ന് മനസ്സിലായാലും അത് എൻ്റെ കുടുംബമാണെന്ന് വർഷ പറയും. ഒരിക്കലും മുത്തശ്ശി മറക്കരുത് എന്ന് പറയും. അത് കഴിഞ്ഞ് തീരുമ്പോൾ സന്ധ്യാസമയം മാല കെട്ടിക്കൊണ്ട് കമലവും ശ്രീജയും ഇരിക്കുകയാണ്. ഭഗവാന് ചാർത്താനായിട്ടാണ്. സന്ധ്യാസമയം വിളക്കിൽ തിരിയിടുകയാണ്. ആ സമയം
5 തിരിയിടുന്നത് കണ്ടിട്ട് ശ്രീജ ചോദിക്കുകയാണ്, എന്തിനാ അമ്മ 5 തിരിയിടുന്നത് എന്ന് ചോദിക്കുമ്പോൾ കമലം പറയുകയാണ്, അത് നമ്മളുടെ വേദമോള് പറഞ്ഞതാണ് 5 തിരിയിടാൻ. അപ്പോൾ നന്ദിനി അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, അത് എണ്ണയുടെ വില അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് ഈ 5 തിരി ഇടുമ്പോൾ എണ്ണ കുടിക്കുകയല്ലേ ചെയ്യും എന്ന് പറയും. എത്ര എണ്ണ വേണ്ടി വരിക എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ വേദ പറയുകയാണ്, ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ വേണം ചെയ്യാൻ എന്ന്, അല്ലെങ്കിൽ ചെയ്യാൻ പോകരുത് എന്ന് വേദ പറയുമ്പോൾ നന്ദിനി പറയും, കുറച്ചൊക്കെ എനിക്കും അറിയാം, പിന്നെ ഇതിനടുത്തേക്ക് അറിയാമോ വിളക്ക് കത്തിക്കുന്നത് എന്തിനാണെന്ന്. അപ്പോൾ നന്ദിനി ചോദിക്കണം, അത് ഏത് കൊച്ചുകുട്ടികളുടെ അടുത്ത് ചോദിച്ചാലും പറയില്ലേ വീട്ടിലെ ഐശ്വര്യത്തിന് വേണ്ടിയാണ് നിലവിളക്ക് കത്തിക്കുന്നതെന്ന്. അതിന് വേണ്ടിയല്ലേ എല്ലാ വീട്ടുകാരും അത് ചെയ്യുന്നത്. അപ്പോൾ വേദം ചോദിക്കുകയാണ് നന്ദിനി ഏട്ടത്തേക്ക് അതിൻ്റെ കണക്കും കാര്യങ്ങളും ഒക്കെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി മിണ്ടാതെ നിൽക്കും. അപ്പോൾ കനകം വേദയോട് ചോദിക്കുന്നു, മോൾക്കറിയാമോ അതിനെക്കുറിച്ചൊക്കെ എന്ന്. അപ്പോൾ വേദ പറയുന്ന 5 തിരിയിട്ട് കത്തിക്കും, അതിന് ഐതിഹ്യമുണ്ട് എന്ന് പറയും. എന്നിട്ട് ഓരോ തിരി കത്തിക്കുന്നതിൻ്റെ ഓരോ കണക്കുകൾ ഇങ്ങനെ വേദ പറഞ്ഞു കൊടുക്കുകയാണ് കമലത്തിനും കേൾക്കുമ്പോൾ കമലത്തിന് സന്തോഷമാണ് ഉണ്ടാകുന്നത്. എന്നിട്ട് വേദ ചോദിക്കുന്നു, അമ്മേ ഇന്ന് ഞാൻ വിളക്ക് കത്തിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയും, വേണ്ട വേണ്ട, അച്ഛൻ കാണുന്നതിനെ അത് മതി പ്രശ്നം ഉണ്ടാക്കാൻ എന്ന് നന്ദിനി പറയുമ്പോൾ പറയും, ഞാൻ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ, മോള് കത്തിച്ചോ എന്ന് പറയുമ്പോൾ വേദ നിലവിളക്കെല്ലാം കത്തിച്ച് അമ്മറത്തേക്ക് കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. കൊണ്ടുവയ്ക്കുന്നത് കാണുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത് നന്ദിനിക്ക് മാത്രം ഇഷ്ടമാകുന്നില്ല. നന്ദിനി മനസ്സിൽ എന്തോ പിറുപിറുത്തോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇത് ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും പിന്നെ വിളക്കിൽ എല്ലാവരും തിരികെ പോവാണ്. പക്ഷേ വേദ മാത്രം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദിനിയോട് വേദ പറയുന്നു, ഏട്ടത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഏതെങ്കിലും ദുഷ്ടചിന്തകൾ മനസ്സിലുണ്ടെങ്കിൽ പ്രാർത്ഥന ഫലിക്കൂല കേട്ടോ ഏട്ടത്തി എന്ന് പറയുന്നു. ഇത് കഴിഞ്ഞ് എല്ലാവരും അടുക്കളയിലേക്ക് പോവുകയാണ്. അപ്പോൾ ശ്രീജ ചപ്പാത്തി ഉണ്ടാക്കുന്നു, അമ്മ ദോശ ഉണ്ടാക്കുന്നു. അപ്പോൾ വേദ അവിടെ വന്നിട്ട് ചോദിക്കുകയാണ്, അമ്മ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ, ഞാൻ സഹായിക്കട്ടെ എന്ന് കമലം ചോദിക്കും, മോൾക്ക് ഇതൊക്കെ അറിയാമോ എന്ന് ചോദിക്കുമ്പം ഇല്ല അറിയില്ല, എന്തെങ്കിലും ചെയ്ത് പഠിക്കാം എന്ന് പറയാം. അപ്പോൾ നന്ദിനി ഇടയ്ക്ക് കയറിയിട്ട് വന്നിട്ട് പറയുകയാണ്, വേണ്ട നീ ഇവിടെ ഒന്നും ചെയ്യേണ്ട, ചെയ്താൽ അച്ഛന് ഇഷ്ടമാകില്ല എന്ന് പറയും. അപ്പോൾ ശ്രീജ പറയും, അത് സാരമില്ല, അവളൊന്ന് ചെയ്തു നോക്കട്ടെ എന്ന് പറയും. അപ്പോൾ വേദ വന്ന് ചോദിക്കുകയാണ്, എനിക്ക് ശ്രീജയേട്ടത്തി കുറച്ചൊക്കെ പറഞ്ഞു തരണേ എന്നും വേദയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേദ ദോശയൊക്കെ മറിച്ച് നോക്കുന്നുണ്ട്. ഇതേ സമയം ദേഷ്യം വന്ന് നന്ദിനി മനസ്സിൽ പറയുകയാണ്, നാളത്തെ അടുക്കള പണി മുഴുവനും ഞാൻ ചെയ്യും, അങ്ങനെ ഇവൾക്ക് ഈ അധികാരം കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നു. എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പാചകം ചെയ്യുന്നു. അത് കഴിഞ്ഞ് തീരുമ്പോൾ എല്ലാവരും കഴിക്കാൻ വേണ്ടി വരികയാണ് ടേബിളിൻ്റെ പുറത്ത്. അപ്പോൾ മാഷി വിഷയനോട് പറയുകയാണ്, ഈ ഭക്ഷണം കാണിക്കുന്ന ഇൻട്രസ്റ്റ് നിനക്ക് ജോലിയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ കിട്ടിയെങ്കിൽ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ശ്രമിക്കുന്നുണ്ട് അച്ഛ എന്ന് പറയും. അപ്പോൾ ശ്രീജ പറയും, ഒരാൾക്ക് ബയോഡേറ്റ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛ എന്ന്. അതിനുശേഷം ഇപ്പോൾ അച്ഛൻ പറയുകയാണ്, ബയോഡേറ്റ കൊടുത്തോടെ ജോലിയും കിട്ടാൻ പോവുകയല്ലേ എന്ന്. വിനയനോട് ചോദിക്കുകയാണ്, നിന്റെ ബ്രോക്കർ പണിയൊക്കെ എന്താ, ഇപ്പോൾ കാര്യമായിട്ട് പൈസയൊന്നും വരുന്നില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഈ സാധനങ്ങൾക്കാണെങ്കിൽ നല്ല വിലയും കൂടി വരുന്നു, ഏതെങ്കിലും ആശുപത്രി കേസ് വരികയാണെങ്കിൽ എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കമല പറയും, ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ സംസാരിക്കാതെ ഇരുന്ന് കഴിക്കുക എന്ന് കമലം പറയും. ആശു പറയും, ഭക്ഷണം കഴിക്കാനിരിക്കുന്ന നേരത്ത് പറഞ്ഞ് അപമാനിക്കുന്നതല്ല, കാര്യങ്ങൾ പറയുന്നതാണെന്ന്. ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നന്ദിനി അവിടെ നിന്ന് വിളിച്ച് പറയും, അച്ഛൻ്റെ പുതിയ മരുമകൾ ഉണ്ടാക്കിയതാ എന്ന് പറയും. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറ അച്ഛ എന്ന് പറയുമ്പോൾ മാഷ് പ്ലേറ്റ് നീക്കി വെച്ച് അഴിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ വേദയ്ക്ക് ഭയങ്കര സങ്കടമാണ് തോന്നുന്നത്. കമലം ബേക്കിൽ നിന്ന് വിളിക്കുന്നു, മാഷെ കഴിച്ചിട്ട് പോകുന്നു. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ റൂമിലേക്ക് വന്നിട്ട് കമലം ചോദിക്കും, മാഷ് കാണിച്ചത് ഒട്ടും ശരിയായില്ല, കുട്ടികളെ മുമ്പിൽ വെച്ച് എന്നെ നമ്മെ അഭിമാനിച്ച് മാഷ് കുട്ടികളുടെ മുമ്പ് വെച്ച് ഇങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് താങ്ങാൻ പറ്റുന്നതല്ല എന്ന് പറയുമ്പോൾ മാഷ് പറയുകയാണ്, ഇയാൾ വേദനിക്കാൻ വേണ്ടി ആ കുട്ടിയുടെ മുമ്പിൽ വെച്ച് അപമാനിച്ചതല്ല, കുട്ടി ഓരോന്ന് ചെയ്യുമ്പോൾ എന്നെ വെല്ലുവിളിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അന്ന് വിക്രത്തിൻ്റെ കൂടെ ആ കുട്ടി കയറി വന്നപ്പോൾ നീ പറഞ്ഞത് കേട്ടില്ല, മക്കളെ എനിക്ക് നന്നാക്കാൻ അറിയില്ല, എൻ്റെ ഈ 3 മക്കളെ ഇങ്ങനെ ആക്കിയത് ഞാനാണോ എന്ന് കമലത്തിനോട് മാഷി ചോദിക്കുമ്പോൾ കമലം പറയുന്ന, അയ്യോ മാഷി ഇങ്ങനെയൊന്നും പറയല്ലേ, അവൾ ഒരിക്കലെങ്കിലും എൻ്റെ മോനെ വിക്രത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ജയിച്ച് കാണിക്കട്ടെ, അതിനുശേഷം ഞാൻ അവളെ അംഗീകരിക്കാമെന്ന് ഒരച്ഛൻ്റെ ആഗ്രഹമാണെന്ന് പറഞ്ഞ് ഇത്രയും ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.